ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 1202 ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി, മലയാളികൾക്ക് പുതുവർഷ ദിനം. ലോകമെമ്പാടുമുള്ള എന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. മറ്റൊരു തിരുവോണം കൂടി വിരുന്നെത്തുകയാണ്. ഓഗസ്റ്റ് 26 ചിങ്ങമാസം 9-ാം തീയതിയാണ് പൊന്നിൻ തിരുവോണം. ചിങ്ങമാസം പിറക്കുന്നതോടുകൂടി ലോകമെമ്പാടുമുള്ള മലയാളികൾ തിരുവോണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങും. പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണത്തിന് മുന്നോടിയായി ഞങ്ങൾ 5 ജ്യോത്സ്യന്മാർ ചേർന്ന് ഇന്ന് രാവിലെ മഹാലക്ഷ്മി പൂജയ്ക്കും മഹാവിഷ്ണു പൂജയ്ക്കും ശേഷം അഷ്ടമംഗല പ്രശ്നം വെക്കുകയുണ്ടായി. 8 ശുഭകരമായ വസ്തുക്കൾ: നെയ്വിളക്ക്, കണ്ണാടി, സ്വർണം, പാൽ, തൈര്, പഴങ്ങൾ, പുസ്തകം, വെളുത്ത തുണി. ഇവ ഉപയോഗിച്ചാണ് ഞങ്ങൾ 27 നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുകയും അവയ്ക്ക് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്തത്. പ്രശ്നചിന്തയിൽ ഉടനീളം കണ്ടിട്ടുള്ള ശകുനങ്ങളും സംഖ്യാശാസ്ത്രവും കണക്കിലെടുത്തിട്ടുണ്ട്. ജ്യോതിഷ സിദ്ധാന്തവും തത്വങ്ങളും മാത്രമല്ല, അനുബന്ധ ശാസ്ത്രങ്ങളും ഗ്രന്ഥങ്ങളും ഉപയോഗിച്ചാണ് ഈ അഷ്ടമംഗല പ്രശ്നം ഇവിടെ നടത്തിയിരിക്കുന്നത്. ഞങ്ങൾ നടത്തുന്ന മറ്റ് പ്രശ്നങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നത്തെ അഷ്ടമംഗല പ്രശ്നത്തിന് തുടക്കം കുറിച്ചത് 10 വയസ്സ് മാത്രമുള്ള ഇന്ദു നായർ എന്ന പെൺകുട്ടിയാണ്. സ്വർണ്ണ ആരുടം, ഉദയലഗ്നം, ലഗ്ന നവാംശം, രാശി ആരുടം, ഉദയലഗ്നം, സൂര്യരാശി എന്നിവയിലൂടെ ലഭിച്ച ചത്രം, അതുപോലെ ചന്ദ്രലഗ്നം തുടങ്ങിയ 6 ലഗ്നങ്ങൾക്ക് പുറമെ താമ്പലം വഴി ലഭിച്ച അധിക ലഗ്നം കൂടി കണക്കിലെടുത്താണ് അഷ്ടമംഗല പ്രശ്ന ചിന്തകൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ മറ്റേതൊരു ജ്യോതിഷ ചാനലുകളെക്കാളും ഏറ്റവും അധികം വിശ്വാസതയും ആധികാരികതയും ജ്യോതിഷശ്രീയുടെ ഈ അഷ്ടമംഗല പ്രശ്നത്തിന് ഉണ്ട്. ഇത്രമേൽ കണിശവും ആധികാരികവുമായി നടത്തുന്ന മറ്റൊരു പ്രശ്ന ചിന്ത ഒരു ചാനലിലും നമുക്ക് കാണാൻ സാധിക്കില്ല. 27 നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നിവിടെ അഷ്ടമംഗല പ്രശ്നം നടത്തിയത്. നിരവധി കാരണങ്ങളാൽ കുടുംബങ്ങളിലും അഷ്ടമംഗല പ്രശ്നം നടത്താറുണ്ട്. കുടുംബത്തിലെ എല്ലാ ദോഷശാപങ്ങളും കണ്ടെത്തുക, ഒട്ടനവധി പരിഹാര പൂജകൾ ചെയ്തിട്ടും കുടുംബത്തിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ ആഗ്രഹിച്ച ഫലങ്ങൾ ലഭിക്കാതിരിക്കുക, വിവാഹ കാലതാമസം, സന്താന തടസ്സം, വന്ധ്യത, ആരോഗ്യ ധനപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ദോഷശാപങ്ങൾ കണ്ടെത്തുക, സന്താന ദുരിതം, പ്രായമേറെ കഴിഞ്ഞിട്ടും ഒരു രീതിയിലുള്ള ശുഭകരമായ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുക, ഒട്ടനേകം പൂജകൾ ചെയ്തിട്ടും കുടുംബ ദുരിതങ്ങൾ, കുടുംബ ദോഷങ്ങൾ ഒന്നൊഴിയാതെ വീണ്ടും വീണ്ടും വന്നു ചേരുക, കുലദേവതയെ കണ്ടെത്തുക, അല്ലെങ്കിൽ കുലദേവതകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ഉത്തമമായ പ്രശ്നവിധിയാണ് അഷ്ടമംഗല പ്രശ്നം. ഏതാണ്ട് 2 മണിക്കൂർ നീണ്ടുനിന്ന രാശിപൂജയ്ക്ക് ശേഷം സ്വർണ്ണ ആരുടം, ഉദയലഗ്നം, ലഗ്ന നവാംശ രാശി, ചത്രരാശി, സ്പൃഷ്ടാംഗ രാശി, ചന്ദ്രലഗ്നം എന്നിവ ഗണിച്ചു. തുടർന്ന് വെറ്റിലകളുടെ എണ്ണത്തിൽ നിന്നും ഉരുതിരിഞ്ഞ താമ്പല ഗ്രഹവും രാശിയും കണ്ടെത്തി. മുഖ്യ ജ്യോതിഷിയായ അപ്പുക്കുട്ടൻ നമ്പൂതിരി തന്റെ താമസത്തിൽ നിന്നും പ്രശ്ന സ്ഥലത്തേക്ക് പുറപ്പെട്ട സമയം, പ്രശ്ന സ്ഥലത്തേക്കുള്ള മുഖ്യ ജ്യോതിഷിയുടെ യാത്രയിലെ ശകുനങ്ങൾ, പ്രശ്ന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടായ നിമിത്തങ്ങൾ, ദീപം, എണ്ണ, തിരി, ചക്രലേഖനം, ദൂതഗമനം, ദൂതവാക്യം, രാശിചക്രത്തിൽ പെൺകുട്ടി വെച്ച സ്വർണ്ണ നാണയത്തിന്റെ സ്ഥാനം, പഞ്ചമഹാസൂത്രങ്ങൾ, പ്രശ്നസ്ഫോടം, അഷ്ടമംഗല സംഖ്യ എന്നിവയെല്ലാം പരിഗണിച്ചാണ് ഈ പ്രക്രിയ പൂർത്തീകരിച്ചത്. അഷ്ടമംഗല സംഖ്യകൾ ഒറ്റ സംഖ്യയോ ഇരട്ട സംഖ്യയോ വരാം. നമുക്ക് ഇവിടെ കിട്ടിയത് 109 എന്ന ഒറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യ വരുന്നത് ശുഭകരമാണ്. അതിൽ തന്നെ 109 എന്ന സംഖ്യ വന്നത് അത്യന്തം ശുഭകരവുമാണ്. ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അഷ്ടമംഗല ദേവപ്രശ്നമല്ല നമ്മൾ നടത്തിയത്, അഷ്ടമംഗല പ്രശ്നമാണ്. 27 നക്ഷത്രക്കാരുടെയും ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം എന്നിവയെ സൂചിപ്പിക്കുന്ന ചില സുപ്രധാന വിവരങ്ങൾ ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ നിന്നും നമ്മൾക്ക് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ 5 പേരും ചേർന്ന് ചില ഭാഗ്യ നക്ഷത്രങ്ങളെ കണ്ടെത്തുകയുണ്ടായി. 11 നക്ഷത്രക്കാർക്ക് സർവ്വ ഐശ്വര്യങ്ങളും സൗഭാഗ്യവും സമ്പത്തും ഓണത്തിന് ശേഷം 31 ദിവസങ്ങൾക്കുള്ളിൽ കൈകളിലേക്ക് വന്നു ചേരും എന്നാണ് കാണുവാൻ സാധിച്ചത്. അതായത് ഒക്ടോബർ മാസം 6-ാം തീയതിക്ക് മുമ്പായി ധാരാളം സമ്പത്തും പണവും ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരും. കർമ്മ മേഖലകളിലും സാമ്പത്തിക മേഖലകളിലും തൊഴിൽ മേഖലകളിലും വളരെ വലിയ നേട്ടങ്ങളായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുക. ഓഗസ്റ്റ് 26-ന് തിരുവോണം ആഘോഷിച്ച് 31 ദിവസങ്ങൾ തികയുന്നതിന് മുമ്പായി തന്നെ ഈ 11 നക്ഷത്രക്കാർക്കും വളരെ വലിയ രാജകീയ യോഗം, മഹാരാജയോഗം വന്നു ഭവിക്കും. തിരുവോണത്തിന് ശേഷം 31 ദിവസങ്ങൾക്കുള്ളിൽ അതിസമ്പന്നത യോഗമാണ് ഈ നാളുകാരെ കാത്തിരിക്കുന്നത്.
ചിങ്ങമാസ പിറവിക്ക് മുന്നോടിയായിട്ടായിരുന്നു പ്രശ്നചിന്ത നടത്തിയത്. ഈ 11 നക്ഷത്രക്കാർക്കും അവരുടെ ജീവിതത്തിൽ വൻ കുതിപ്പിന്റെ, വൻ നേട്ടങ്ങളുടെ, വൻ സൗഭാഗ്യങ്ങളുടെ ഒരു കലവറ തന്നെ വന്നു ചേരും. ഈ നാളുകാരുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ വളരെയേറെ സൗഭാഗ്യങ്ങൾ അവരെ തേടിയെത്തും. പല വഴികളിലൂടെ, മാർഗങ്ങളിലൂടെ ഇവരുടെ കൈകളിലേക്ക് വലിയ പണസമ്പത്ത് വന്നു ചേരുന്ന സുദിനങ്ങളാണ് അടുത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഓർക്കുക, ജീവിതത്തിൽ അത്യപൂർവമായി സംഭവിക്കുന്ന ഒരു യോഗമാണ് ഓണത്തിന് ശേഷം നിങ്ങൾക്കുണ്ടാവുക. പ്രാർത്ഥനകളാലും നാമമന്ത്ര ജപങ്ങളാലും നിങ്ങളുടെ മനസ്സിനെ ദൈവ ചൈതന്യപൂരിതമാക്കുവാൻ ഇന്ന് തന്നെ നിങ്ങൾ മന്ത്രജപങ്ങളും നാമജപങ്ങളും ആരംഭിക്കുക. ഇന്ന് ഈ പൊന്നിൻ ചിങ്ങമാസ പുലരി മുതലോ അല്ലെങ്കിൽ ഉത്രാടം മുതലോ നിങ്ങൾ ഞാൻ ഈ പറയുന്ന സുവർണാകർഷണ ഭൈരവ മന്ത്രവും സങ്കടഹര ഗണപതി മന്ത്രവും രാവിലെ കുളി കഴിഞ്ഞ് ദേഹശുദ്ധി വരുത്തി പുലർച്ചെ 6 മണിക്ക് മുമ്പായി 21 പ്രാവശ്യം ജപിക്കുക. നെയ്വിളക്ക് കത്തിച്ചു വെച്ച് വടക്കോ കിഴക്കോ അഭിമുഖമായിരുന്നു വേണം ജപിക്കുവാൻ. വെളുപ്പിന് 6 മണിക്ക് മുമ്പ് ജപിക്കുവാൻ സാധിക്കാത്തവർക്ക് സന്ധ്യയ്ക്ക് 6 മണിക്കും 7 മണിക്കും ഇടയിലുള്ള സമയത്ത് ഈ മന്ത്രങ്ങൾ ജപിക്കാം. തുടർച്ചയായ 51 ദിവസങ്ങളിൽ ഈ 2 മന്ത്രങ്ങളും ജപിക്കണം. അസ്യശ്രീ ധനാകർഷണ ഭൈരവ മഹാമന്ത്രസ്യ ബ്രഹ്മർഷിഹ ഭക്തിചന്ദഃ ശ്രീ ധനാകർഷണ ഭൈരവോ ദേവത എന്ന ധനാകർഷണ ഭൈരവ മന്ത്രത്തിനൊപ്പം സങ്കടഹര ഗണപതി മന്ത്രമായ ഓം ഗം ഗണപതയെ ഏകദന്തായ ഹേരംബായ മോദകഹസ്തായ നാളികേരപ്രിയായ സർവാഭീഷ്ടപ്രദായിനേ ശ്രീം ഹ്രീം ക്ലീം സൽജനം മേ വശമാനായ സ്വാഹ എന്ന സങ്കടഹര ഗണപതി മന്ത്രവും ഒക്ടോബർ 6-ാം തീയതി വരെ ജപിക്കുക. രാവിലെയും വൈകിട്ടും 2 നേരവും ജപിക്കുവാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും അത്യുത്തമമാണത്. അശുദ്ധിയുള്ള സ്ത്രീകൾ അശുദ്ധി കാലങ്ങളിൽ ഒഴികെ മന്ത്രം ജപിച്ചാൽ മതിയാകും. 11 നാളുകാർക്കും വന്നിരിക്കുന്ന ഈ അത്യപൂർവമായ സൗഭാഗ്യത്തെ 2 കൈകളും നീട്ടി സ്വീകരിക്കുക. മനസ്സിലാക്കുക, വളരെ അപൂർവമായി മാത്രമേ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാറുള്ളൂ. പഞ്ചമഹാഗ്രഹങ്ങളായ ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി എന്നീ ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ ദൃഷ്ടിയും നിൽപ്പും വെച്ച് നോക്കുമ്പോൾ ഇവിടെ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഓണത്തിന് ശേഷം വരുന്ന 31 ദിവസങ്ങൾക്ക് മുമ്പായി കോടിക്കണക്കിന് രൂപയുടെ നേട്ടങ്ങളാണ്, സമ്പത്താണ് വന്നു ചേരുന്നത്. പഞ്ചമഹാഗ്രഹങ്ങളിൽ പ്രത്യേകിച്ച് 2 ഗ്രഹങ്ങളുടെ മാറ്റം ഈ പറയുന്ന 11 നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ അഭൂതപൂർവമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കുവാൻ പോകുന്നത്. ഈ 11 നക്ഷത്രക്കാരിൽ ചിലർക്ക് വിജയദശമിക്ക് ശേഷമുള്ള 21 ദിവസങ്ങൾക്കുള്ളിലായിരിക്കാം പണപരമായ നേട്ടങ്ങൾ വന്നു ചേരുക. അതായത് വിജയദശമി ദിവസമായ ഒക്ടോബർ 2-ാം തീയതിക്ക് ശേഷമുള്ള 21 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കാം അവരുടെ ജീവിതത്തിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സൗഭാഗ്യങ്ങളും ധനപരമായ നേട്ടങ്ങളും എല്ലാം കടന്നു വരിക. ജോലി, സാമ്പത്തികം, വിദ്യാഭ്യാസം, വിവാഹം, വാഹനയോഗം, ഭാഗ്യം, ആരോഗ്യം എന്നീ മേഖലകളിലെല്ലാം നേട്ടങ്ങളുടെ സുവർണകാലമാണ് ഓണത്തിന് ശേഷം സംഭവിക്കുക. കോടികൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളിലൂടെ വന്നു ചേരുന്നതാകാം. വിവാഹ സമ്മാനങ്ങളിലൂടെ വന്നു ചേരുന്ന ആഭരണങ്ങളോ പണമോ ആകാം, അല്ലെങ്കിൽ ലോട്ടറി സൗഭാഗ്യങ്ങളിലൂടെ വന്നു ചേരുന്ന ധനവും ആകാം, അല്ലെങ്കിൽ പൈതൃക സ്വത്ത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതുമാകാം. അതുമല്ലെങ്കിൽ ജോലിയുടെ സ്ഥാനവുമായി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രൊമോഷൻ വഴി ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങളുമായിരിക്കും, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളായിരിക്കാം. അതുകൊണ്ട് നിർബന്ധമായും നിങ്ങളുടെ കർമ്മ മേഖലകളിൽ, തൊഴിൽ മേഖലകളിൽ വളരെ കൃത്യനിഷ്ഠതയോടുകൂടി, വളരെ സത്യസന്ധതയോടുകൂടി, വളരെ ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ജാതകത്തിൽ ഗ്രഹങ്ങൾ ദോഷസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഇവിടെ പറയുന്ന സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൂർണ്ണമായി എത്തിച്ചേരുന്നതിന് കുറെ ദിവസങ്ങൾ കൂടി അധികമായിട്ട് എടുക്കും എന്നുള്ളതാണ്. അതായത് ഇത്തരം പാപഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ നീചഗ്രഹങ്ങളുടെ ദൃഷ്ടി യോഗങ്ങളോ അല്ലെങ്കിൽ അന്തർദശയോ മഹാദശയോ ആണ് നിങ്ങൾ അനുഭവിക്കുന്നത് എങ്കിൽ ഈ പറയുന്ന ഫലങ്ങൾ നിങ്ങളിലേക്ക് വരുവാൻ കുറെ ദിവസങ്ങൾ അധികമായിട്ട് എടുക്കും എന്നുള്ളതാണ്. ഓഗസ്റ്റ് മാസം 26-ാം തീയതി, ചിങ്ങമാസം 10-ാം തീയതി നാളിൽ ഇവിടെ മഹാലക്ഷ്മി അഷ്ടൈശ്വര്യ കാര്യസിദ്ധി പൂജ നടക്കും. അതിവിശേഷപ്പെട്ട ഈ മഹാലക്ഷ്മി അഷ്ടൈശ്വര്യ കാര്യസിദ്ധി പൂജയിൽ പങ്കെടുക്കുന്നതിന് നിങ്ങൾ
അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ നൽകുക. സെപ്റ്റംബർ 4 ഉത്രാട നാളിൽ മഹാവിഷ്ണു പൂജയും ബാലഗണപതി ഹോമവും നടക്കും. ഓഗസ്റ്റ് മാസം 26 തീയതിയിലും സെപ്റ്റംബർ മാസം 4 തീയതിയിലും നടത്തുന്ന 2 പൂജകളിലും ഈശ്വര വിശ്വാസികൾ പരമാവധി പങ്കുചേരുക. സെപ്റ്റംബർ മാസം 5 തീയതി മുതലുള്ള 31 ദിവസങ്ങൾക്കുള്ളിൽ ഈ 11 നക്ഷത്രക്കാരുടെയും കൈകളിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് വന്നു ചേരാനുള്ള അനുകൂലമായ സാഹചര്യം ഉരുതിരിഞ്ഞു വരും. നിങ്ങളുടെ മുമ്പിൽ വന്നു ചേരുന്ന ഈ അസുലഭ അവസരത്തെ ഒരിക്കലും പാഴാക്കാതിരിക്കുക. ഇവിടെ പറയാൻ പോകുന്ന 11 നക്ഷത്രക്കാരുടെയും ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. പുച്ഛിച്ചവരും പരിഹസിച്ചവരും ആട്ടിപ്പായിച്ചവരും ചേർത്ത് പിടിക്കുന്ന സമയമാണ് വന്നു ചേരുന്നത്. ജീവിതത്തിലെ ഒരുപാട് ദുരന്തങ്ങൾ കഴിഞ്ഞ 3 വർഷത്തിലേറെ കാലമായി ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. സ്വന്തക്കാരും ബന്ധുക്കളും ശത്രുക്കളെ പോലെ കരുതിയ സമയം അന്യരിൽ നിന്ന് മാത്രമാണ് ഒരു ചെറുകൈ സഹായമെങ്കിലും കിട്ടിയത്. ഈ 11 നക്ഷത്രക്കാരിൽ പലർക്കും കിടപ്പാടം പോലും നഷ്ടപ്പെടുമെന്ന അവസ്ഥ വന്നിരുന്നു. ഈശ്വര ചിന്തകളാണ് അവരെ ജീവിതത്തിൽ മുന്നോട്ട് നയിച്ചത്. പങ്കാളികളിൽ നിന്ന് പോലും അവരുടെ ജീവിതത്തിൽ തിക്താനുഭവങ്ങൾ ഉണ്ടായി ഒട്ടനവധി തവണ. അങ്ങനെ ജീവിതം തന്നെ മടുത്ത അവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് പരിപൂർണമായ മോചനമാണ് ഈ 11 നക്ഷത്രക്കാർക്കും വന്നു ചേരുന്നത്. സന്തോഷം നിറഞ്ഞ ഈ ഓണക്കാലത്ത് ഈ 11 നക്ഷത്രക്കാരുടെയും ജീവിതം ആഹ്ലാദഭരിതമാകുവാൻ പോവുകയാണ്. ഇന്നത്തെ ദൈവപ്രസന്ന ചിന്തയിൽ നടുക്കടലിൽ അകപ്പെട്ടെന്ന തോന്നലിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കയറുന്ന ചില നക്ഷത്രക്കാരെ കാണുവാൻ കഴിഞ്ഞു. സാക്ഷാൽ ഗുരുവായൂരപ്പൻ ചൈതന്യം ഈ നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരുന്ന സുദിനമാണ് ചിങ്ങമാസം 1 തീയതി മുതലുള്ള ദിവസങ്ങൾ. പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തിരുവോണത്തിന് ശേഷം 31 ദിവസങ്ങൾക്കകം ഈ നക്ഷത്രക്കാരുടെ കൈകളിലേക്ക് ലക്ഷങ്ങൾ വന്നു ചേരുന്ന സുദിനങ്ങളാണ് വരുന്നത്. ഈ 11 നാളുകാരും പൊന്നിൻ ചിങ്ങമാസം തീരുന്നതിന് മുമ്പ് തന്നെ ഗുരുവായൂർ ദർശനം നടത്തിയാൽ ഏറ്റവും കെങ്കേമമായിരിക്കും. വിശദമായ റീഡിങ്ങുകളിലേക്ക് കടക്കാം. ആദ്യം വരുന്നത് അശ്വതി നക്ഷത്രമാണ്. ഇടപാടുകളിൽ വൻ സാമ്പത്തിക ലാഭം ഉണ്ടാവും. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസമോ തർക്കമോ ഒക്കെ ഉണ്ടായിരുന്നവർ അതെല്ലാം പരിഹരിച്ച് രമ്യതയോടെ നീങ്ങും. അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അനുസൃതമായ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. പുതിയ ബിസിനസ് തുടങ്ങുവാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് വന്നു ചേരുന്നത്. ഭൂമി വിൽക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട വിജയം ലഭിക്കും. അതുപോലെ പഠിപ്പിന് അനുസൃതമായ തൊഴിൽ ലഭിക്കും. വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ സമയമാണ്. പൂർവിക സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടും. വാഹന യോഗവും ഉണ്ടാകുന്ന സമയമാണ് ഇത്. സർക്കാർ ജീവനക്കാർക്ക് ദൂരദിക്കിലേക്ക് സ്ഥലമാറ്റം ഉണ്ടാവുമെങ്കിലും പ്രൊമോഷൻ സാധ്യതകൾ വളരെയധികം വന്നു ചേരുന്ന സമയമാണ്. പഠന യാത്രകളൊക്കെ വളരെ രസപ്രദമായിട്ട് നടത്തുവാനായിട്ട് സാധിക്കും. കുടുംബ ജീവിതം സന്തോഷം നിറഞ്ഞതായിട്ട് മാറും. ഉദ്യോഗം ആഗ്രഹിക്കുന്നവർക്ക് വിവിധ മേഖലകളിൽ ജോലി ലഭിക്കും. വീട് നിർമ്മാണം തുടങ്ങുവാനായിട്ട് സാധിക്കും. പുതിയ വാഹനം സ്വന്തമാക്കുവാൻ സാധിക്കും. സേനാ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മികച്ച സേവനത്തിനുള്ള അംഗീകാരങ്ങൾ പ്രതീക്ഷിക്കാം. ഇഷ്ടപ്പെട്ട ഭൂമി സ്വന്തമാക്കുവാൻ സാധിക്കും. കോടതി കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. മത്സരിക്കുന്ന എല്ലാ മേഖലകളിലും വിജയം ഉണ്ടാകും. കുട്ടികളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം വന്നു ചേരും. തള്ളി പറഞ്ഞവരും പരിഹസിച്ചവരും ആണ്ടി പായിച്ചവരുമെല്ലാം ചേർത്ത് പിടിക്കുന്ന ദിവസങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത്. ധന സൗഭാഗ്യത്തിലൂടെ കോടികൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. ഓണത്തിന് ശേഷം 31 ദിവസങ്ങൾക്കുള്ളിൽ ഇവരുടെ സകല കടബാധ്യതകളും സാമ്പത്തിക വിഷമതകളും മാറും. പുതിയ സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുവാൻ ഈ നാളുകാർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ സാധിക്കും. അതുവഴി കാത്തിരുന്ന നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കും. ഇഷ്ടപ്പെട്ട ഭൂമി സ്വന്തമാക്കുവാൻ സാധിക്കും. ധാരാളം യാത്രകളിലൂടെ നേട്ടങ്ങളും വന്നു ചേരും. തൊഴിൽ രംഗത്ത് പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉയർന്നു നിൽക്കുന്ന സമയമാണ് ഇത്. ശത്രുക്കളുടെ വിജയം കൈവരിക്കുവാൻ സാധിക്കും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. മത്സരിക്കുന്ന എല്ലാ മേഖലകളിലും വിജയം ഇവരെ തേടിയെത്തും. അതുപോലെ ഉത്തരവാദിത്തങ്ങളൊക്കെ ധാരാളമായിട്ട് ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ്. കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യങ്ങൾ ഉണ്ടാവും. വിദേശ വ്യാപാരങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും. ഷെയർ ട്രേഡിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങളുടെ ഒരു സുവർണ ദശയാണ് വന്നു ചേരുന്നത്. കാർഷിക മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. നേട്ടങ്ങളുടെ സുവർണകാലം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം മകീര നക്ഷത്രമാണ്. ഇടവക്കൂറിലും മിഥുനക്കൂറിലും പെട്ട മകീര നക്ഷത്രക്കാർക്ക് ഇനി നല്ല സമയമാണ്.
വിദേശത്തും സ്വദേശത്തുമെല്ലാം തൊഴിലവസരങ്ങൾ വന്നു ചേരും. PSC പരീക്ഷകളിലെല്ലാം മിന്നുന്ന വിജയം നേടുവാൻ ഇവർക്ക് സാധിക്കും. മഹാദേവന്റെ പരമശിവന്റെ അനുഗ്രഹത്താൽ സകല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ സാധിക്കും. കുടുംബാംഗങ്ങളും സ്വന്തക്കാരുമെല്ലാം ഒറ്റപ്പെടുത്തിയ അവസ്ഥയിലായിരുന്നു. ആ അവസ്ഥകൾക്കെല്ലാം മാറ്റം വരാൻ പോവുകയാണ്. തള്ളി പറഞ്ഞവർ തന്നെ എതിർത്തവർ തന്നെ ചേർത്ത് പിടിക്കുന്ന സമയം വന്നു ചേരും. അതുപോലെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഉണ്ടായിരുന്ന വിള്ളലുകളെല്ലാം പരിഹരിക്കുവാൻ ഉതകുന്ന സമയമാണ് ഇത്. അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തീർന്ന് രമ്യതയോടെ പോകുവാനായിട്ട് ഇവർക്ക് സാധിക്കും. വിവിധ തരത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് വളരെയധികം വിഷമിച്ചിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം ആശ്വാസം ലഭിക്കും. ചികിത്സകൾ പൂർണ്ണ ഫലത്തിലേക്ക് വന്നു ചേരും. പുനർവിവാഹം ആഗ്രഹിക്കുന്നവർക്കും അനുയോജ്യമായ സമയമാണ്. നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. നേട്ടങ്ങളുടെ സുവർണകാലം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ബിസിനസ് രംഗത്ത് വൻ കുതിപ്പായിരിക്കും ചിത്തിര നക്ഷത്രക്കാർക്ക് വന്നു ചേരുക. ധനസൗഭാഗ്യം ഇവരെ തേടിയെത്തും. കടബാധ്യതകൾ വീട്ടുവാൻ ഇവർക്ക് സാധിക്കും. നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതിയ സ്വർണ്ണാഭരണങ്ങളെല്ലാം വീണ്ടെടുക്കുവാൻ സാധിക്കും. വളരെ നാളുകളായിട്ട് വാടക വീടുകളിലൊക്കെ കഴിഞ്ഞിരുന്നവർക്ക് സ്വന്തമായി ഭവനം എന്ന ദീർഘനാളത്തെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന സമയമാണ് വന്നു ചേരുന്നത്. കിട്ടുവാനുണ്ടായിരുന്ന സമ്പത്ത് വന്നു ചേരുന്ന സമയമാണ്. വിവിധ രീതികളിൽ പല വഴികളിൽ കൂടി ധനം സമ്പത്ത് ഇവരുടെ വീടുകളിലേക്ക് വന്നു ചേരും. തൊഴിൽ അവസരങ്ങൾക്കായി കാത്തിരുന്നവർക്ക് തൊഴിൽ സൗഭാഗ്യം വന്നു ചേരും. വ്യാപാര മേഖലകളിലൊക്കെ പുതിയ ഉണർവ് ഉണ്ടാവും. ഷെയർ ട്രേഡിംഗ് രംഗത്തെല്ലാം പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങളുടെ സുവർണകാലമാണ് വന്നു ചേരുക. അപേക്ഷസ്ഥിതിയും സാമ്പത്തിക ഐശ്വര്യങ്ങളും തൊഴിൽ സൗഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒരുപോലെ വന്നു ചേരുന്ന സമയമാണ്. സുവർണ നേട്ടങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. ഓണത്തിന് ശേഷം 31 ദിവസത്തിനുള്ളിൽ ലക്ഷങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഇവരുടെ കൈകളിൽ വന്നു ചേരും. മഹാദേവന്റെ മഹാവിഷ്ണുവിന്റെ മഹാലക്ഷ്മിയുടെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. കർമ്മ മേഖലകളിൽ കൂടുതൽ തിളങ്ങാൻ കഴിയുന്ന ഒരു സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ പരിഹരിച്ച് കുടുംബ ജീവിതം സന്തോഷകരമാവും. വിദേശത്ത് ജോലിക്ക് അവസരം ലഭിക്കും. ഈശ്വരാധീനം കൊണ്ട് പല കാര്യങ്ങളും സാധിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് നേട്ടം ഉണ്ടാകുന്ന ഒരു കാലമാണിത്. സാമ്പത്തിക നില മെച്ചപ്പെടും. മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാനാവും. പുതിയ പങ്കാളിത്തങ്ങൾ കൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളുമായി ഒത്തുകൂടുന്നതിനുള്ള സമയം വന്നു ചേരും. ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർക്ക് സർക്കാർ മേഖലകളിൽ നിയമനം ലഭിക്കും. വിവാഹ ആലോചനകളിൽ തീരുമാനമാകും. പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ സാധിക്കും. ധാരാളം നേട്ടങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. സൂര്യനെ പോലെ ഉദിച്ചു വീരുന്ന സമയമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത്. ആഗ്രഹിക്കുന്ന മേഖലകളിൽ തൊഴിലവസരങ്ങൾ ലഭിക്കും. സ്വദേശത്തും വിദേശത്തുമെല്ലാം ധാരാളം തൊഴിലവസരങ്ങൾ വന്നു ചേരും. ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ്. മത്സര പരീക്ഷകളിലെല്ലാം വലിയ രീതിയിലുള്ള വിജയം കൈവരിക്കുവാൻ തിരുവോണം നക്ഷത്രക്കാർക്ക് സാധിക്കും. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. ജോലി, വിദ്യാഭ്യാസം, സാമ്പത്തികം തുടങ്ങിയ മേഖലകളിൽ അഭൂതപൂർവമായ നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരും. കഠിനമായ ജീവിത സങ്കടങ്ങളിലൂടെയാണ് തിരുവോണ നക്ഷത്രക്കാർ കഴിഞ്ഞ 3 വർഷക്കാലമായി കഴിഞ്ഞു പോന്നിരുന്നത്. അതെല്ലാം ഓണത്തിന് ശേഷം വരുന്ന 31 ദിവസങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടാൻ പോവുകയാണ്. സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം മഹാലക്ഷ്മി മാറ്റിത്തരികയാണ്. മഹാവിഷ്ണു മാറ്റിത്തരികയാണ്. മഹാദേവൻ മാറ്റിത്തരികയാണ്. ഈ ഒരു ഓണക്കാലം രാജതുല്യ ജീവിതം നയിക്കാൻ പോകുന്ന മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ്. കയ്പ് നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ, കാര്യതടസ്സം, അലച്ചിൽ, ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പ്രയാസങ്ങൾ അനവധിയാണ്. സ്നേഹബന്ധങ്ങളിൽപ്പെട്ട് ചതിയിൽപ്പെട്ട വീട്ടമ്മമാർ, കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിള്ളലുകൾ, സ്വന്തക്കാർ പോലും തള്ളി പറഞ്ഞ സന്ദർഭങ്ങൾ, കരഞ്ഞു തീർക്കുവാൻ പോലും കഴിയാതിരുന്ന നിങ്ങളുടെ സങ്കടം നിറഞ്ഞ ദിവസങ്ങൾ ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ളതാണ്. പുച്ഛിച്ചവരും പരിഹസിച്ചവരും തള്ളി പറഞ്ഞവരും നിങ്ങളെ പൂവിട്ട് പൂജിക്കുന്ന ദിവസങ്ങളാണ് വന്നു ചേരുക. നിങ്ങളുടെ കർമ്മ മേഖലയിൽ, തൊഴിലിൽ വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകും. ജോലി, സാമ്പത്തികം, വിദ്യാഭ്യാസം, ആരോഗ്യം, ഭാഗ്യം, വാഹനയോഗം, സന്താന സൗഭാഗ്യം, വിവാഹ യോഗം, ഭവനയോഗം തുടങ്ങി എല്ലാ മേഖലകളിലും ഉദിപ്പിന്റെ ദിവസങ്ങളാണ് അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത്. ഓണം മുതലുള്ള 31 ദിവസങ്ങൾ കൊണ്ട് ഇവരുടെ കൈകളിലേക്ക് ലക്ഷ്യങ്ങൾ വന്നു ചേരും.
സൗഭാഗ്യത്തേരിൽ ജീവിതം ഐശ്വര്യപൂർണമായി തീരുന്ന മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ 3 വർഷക്കാലമായി അനുഭവിച്ചു വന്നിരുന്ന ദുരിതം തീരുകയാണ്. ഒക്ടോബർ 6 മുമ്പ് നിധി പോലും കിട്ടാനുള്ള സാധ്യത ഈ നാളുകാർക്ക് തെളിഞ്ഞു വരും. നറുക്കെടുപ്പിലൂടെയും മറ്റും ധനാഗമം, ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ വിഘ്നം കൂടാതെ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കുക, അഭിപ്രായ വ്യത്യാസം പരിഹരിച്ച് കുടുംബ ജീവിതം സംതൃപ്തമാക്കാൻ സാധിക്കുന്ന സ്ഥിതി ഉണ്ടാവുക, ന്യായമായ ആവശ്യങ്ങൾക്ക് ധനം വളരെയധികം കൈവശം വന്നു ചേരുക, കോടതി കേസുകളിൽ അനുകൂലമായ വിധി, കൃഷിഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാക്കുക, സർക്കാർ മേഖലയിൽ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുക, സ്വദേശത്തും വിദേശത്തും തൊഴിലവസരങ്ങൾ ലഭിക്കുക. ഇതിലും മികച്ച സമയം ഇനി സ്വപ്നങ്ങളിൽ മാത്രം. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സൗഭാഗ്യ പേരുമഴക്കാലം വന്നെത്തിച്ചേരുന്ന മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാരുടെ സുവർണ കാലഘട്ടമാണ് ഓണത്തിന് ശേഷം ആരംഭിക്കുന്നത്. 3 വർഷങ്ങൾക്ക് ശേഷം സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നെത്തിച്ചേരുന്ന നിമിഷം. 3 വർഷക്കാലമായിട്ട് അനുഭവിക്കാത്തതായിട്ട് ഒന്നുമില്ല. സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും കുടുംബക്കാരുടെയും എല്ലാം കുറ്റപ്പെടുത്തലുകൾ, നിശബ്ദമായി കരഞ്ഞു തീർത്ത നിമിഷങ്ങൾ. പരിഹസിച്ചവരും പുച്ഛിച്ചവരും മാത്രമല്ല, ആട്ടി പുറത്താക്കിയവർ വരെയുണ്ട്. ബന്ധുക്കളിൽ നിന്നും മിത്രങ്ങളിൽ നിന്നും അപമാനം നേരിടേണ്ടി വന്ന സന്ദർഭങ്ങൾ. ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന സകല കഷ്ടപ്പാടുകളിൽ നിന്നുമുള്ള മോചനമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് ഓണത്തിന് ശേഷം 31 ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാവുക. നേട്ടങ്ങളിലെ സുവർണ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന മറ്റൊരു നക്ഷത്രം ചോദ്യ നക്ഷത്രമാണ്. ഓണത്തിന് ശേഷം 31 ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ സമ്പത്ത് ചോദ്യ നക്ഷത്രക്കാരുടെ കൈകളിലേക്ക് വന്നു ചേരും. കുടുംബ ജീവിതത്തിലുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളെല്ലാം പരിഹരിച്ച് ദാമ്പത്യ ജീവിതം സുഗമമായി മുന്നോട്ടു പോകുന്ന ദിവസങ്ങൾ. തങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണമൊക്കെ പൂർത്തീകരിക്കുവാൻ ഈ നാളുകാർക്ക് സാധിക്കും. അതുപോലെ സാമ്പത്തികമായിട്ടും വളരെയേറെ പുരോഗതിയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുക. എല്ലാ മേഖലയിലും ഉയർച്ചയുണ്ടാകും. ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാകും. സാമ്പത്തിക വിഷമതകൾ മാറും. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. തൊഴിൽ രംഗത്ത് അപൂർവമായ നേട്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. ബിസിനസ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം അപ്രതീക്ഷിതമായ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകും. ദൈവാനുഗ്രഹം വളരെയേറെ ഉള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരാനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണിത്. തിരുവോണത്തിന് ശേഷം വൻ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. സെപ്റ്റംബർ 5 പിന്നിട്ട് 31 ദിവസം കഴിയുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം തൃക്കേട്ട നക്ഷത്രക്കാരുടെ കൈകളിൽ വന്നു ചേരും. ബിസിനസ് തൊഴിൽ രംഗത്തെല്ലാം വളരെയേറെ ഉയർച്ചയുണ്ടാകും. പരീക്ഷകളിൽ ഉയർന്ന വിജയമുണ്ടാകും. കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കുവാൻ അവസരമുണ്ടാകും. ധനം വളരെ വലിയ രീതിയിൽ വന്നു ചേരുന്ന സമയമാണ്. ലക്ഷക്കണക്കിന് രൂപ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. തൊഴിൽ രംഗത്ത് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് തൃക്കേട്ട നാളുകാർക്ക് സാധിക്കും. ജോലി, സാമ്പത്തികം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഭാഗ്യം, വിവാഹം എന്നീ കാര്യങ്ങളിൽ തിരുവോണത്തിന് ശേഷം വലിയ മാറ്റങ്ങൾ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കും. തുലാമാസം തീരുന്നതിന് മുമ്പ് ഈ നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കും. അതുപോലെ സന്താന സൗഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. സ്വദേശത്തും വിദേശത്തും തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. മത്സര പരീക്ഷകളിൽ മികച്ച വിജയം ഉണ്ടാകും. ഓണത്തിന് ശേഷം വൻ ധനം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ്. വിവാഹ ബന്ധങ്ങളിലൂടെയും പൈതൃക സ്വത്ത് കൈവശം വന്നു ചേരുന്നതിലൂടെയും കിട്ടാനുള്ള പണം വന്നു ചേരുന്നതിലൂടെയും കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം ഉത്രാട നക്ഷത്രക്കാരുടെ കൈകളിലേക്ക് വന്നു ചേരും. പല രീതിയിലും നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ്. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നതെല്ലാം രമ്യമായി പരിഹരിക്കപ്പെടും. വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാണ്. പുതിയ ബിസിനസ് തുടങ്ങുവാനും വളരെ അനുകൂലമായ സമയമാണ്. ജീവിതത്തിലേക്ക് സൗഭാഗ്യം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സുവർണ കാലഘട്ടമാണ് വന്നു ചേരുന്നത്. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ നിന്നും സാമ്പത്തിക സൗഭാഗ്യം ഉണ്ടാകുന്ന നിമിഷങ്ങളാണ്. സ്വദേശത്തും വിദേശത്തും തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഓണം കഴിയുന്നതോടെ പൂരുരുട്ടായ നക്ഷത്രക്കാരുടെ ശുക്രദശ തുടങ്ങുകയാണ്.
കഴിഞ്ഞ 5 വർഷക്കാലം പുരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദുരിതങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു. ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും പ്രയാസങ്ങളും തീർന്ന് പുരുരുട്ടാതി നക്ഷത്രക്കാർ തിരുവോണത്തിന് ശേഷം കുതിക്കുവാൻ പോവുകയാണ്. ഈ 11 നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.